നമസ്കാരം. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. അങ്കാറയിലെ നാറ്റോ ഉച്ചകോടിക്കിടെ പ്രസിഡന്റ് ട്രംപ് തങ്ങിയ ഹോട്ടൽ മുറിയുടെ വിവരങ്ങൾ ഇറാൻ അറിയാമായിരുന്നുവെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ബ്രസൽസിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കായി റഡാർ സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരേ സമയം എയർഫോഴ്സ് വണ്ണിന്റെ മാതൃകയിലുള്ള 2 വിമാനങ്ങൾ ഉപയോഗിച്ചതായും സുരക്ഷാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങിയ ഹോട്ടൽ മുറിയുടെ നിലയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇറാൻ അറിയുമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വിമാനത്തെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള മിസൈൽ ഭീഷണി നിലനിന്നിരുന്നുവെന്നും വ്യക്തമാക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ US ചോർത്തിയെടുത്തതായി റിപ്പോർട്ട്. രാജ്യാന്തര മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ബ്രസൽസിൽ നിന്ന് മടങ്ങുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ യാത്രയ്ക്കായി അമേരിക്കൻ വ്യോമസേന അതീവ രഹസ്യമായൊരു സുരക്ഷാ പദ്ധതി നടപ്പിലാക്കി. റഡാറുകളെയും ട്രാക്കിംഗ് സംവിധാനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഒരേ സമയം ഫയർഫോഴ്സ് വണ്ണിന്റെ മാതൃകയിലുള്ള 2 വിമാനങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു. നാറ്റോ ഉച്ചകോടി അടക്കം വിദേശ സന്ദർശനത്തിന് ശേഷം തിരികെ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം ട്രംപ് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പുതിയ ബോയിംഗ് വിമാനത്തിന് പകരം പരമ്പരാഗത എയർഫോഴ്സ് 1 വിമാനത്തിലേക്ക് മാറുകയായിരുന്നു. ഇറാൻ അനുകൂല സംഘടനകളിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ഭീഷണികളെക്കുറിച്ചുള്ള US ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്ന് സീക്രട്ട് സർവീസും സൈനിക വിഭാഗവുമാണ് ഈ സുരക്ഷാ മാറ്റം നിർദ്ദേശിച്ചത്. അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതികവിദ്യ, ശത്രുക്കളുടെ റഡാറുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാനുള്ള അത്യാധുനിക കൗണ്ടർ മെഷേഴ്സ് എന്നിവ നിലവിലുള്ള ഫയർഫോഴ്സ് 1-ൽ സജ്ജമാണ്. അതിനാൽ ഏത് തരത്തിലുള്ള വ്യോമാക്രമണ ഭീഷണിയും നേരിടാൻ ഈ വിമാനമാണ് ഏറ്റവും സുരക്ഷിതം. ഇറാൻ ആക്രമിക്കുമെന്ന ഭയം കാരണം പ്രസിഡന്റ് വിമാനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും ചില പ്രാദേശിക മാധ്യമങ്ങളിലും വന്ന റിപ്പോർട്ടുകൾ വാർത്തകളെ അതിശയോക്തിപരമായി ചിത്രീകരിച്ചതാണ്. ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ സാധാരണ സുരക്ഷാ മുൻകരുതൽ മാത്രമായിരുന്നു അത് എന്നാണ് വൈറ്റ് ഹൌസിന്റെ വാദം. അമേരിക്കയിലെ മസാച്യൂസെറ്റ്സിൽ പ്രസവം വരെ ഗർഭചിത്രത്തിന് അനുമതി നൽകുന്ന നിയമത്തിൽ ഒപ്പുവെച്ച് ഡെമോക്രാറ്റിക് ഗവർണർ മൗറ ഹീലി. നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കത്തോലിക്ക ബിഷപ്പുമാർ രംഗത്ത്. മസാച്യൂസെറ്റ്സിൽ ഗർഭചിത്രത്തിന് കൂടുതൽ ഇളവ് നൽകുന്ന പുതിയ നിയമത്തിനെതിരെ അമേരിക്കൻ കത്തോലിക്ക ബിഷപ്പുമാരുടെ ശക്തമായ പ്രതിഷേധം. 24 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഗർഭചിത്രത്തിന് നിലവിലുണ്ടായിരുന്ന നിയന്ത്രണം നീക്കം ചെയ്ത് പ്രസവം വരെയുള്ള ഘട്ടത്തിലും ഗർഭചിത്രത്തിന് അനുമതി നൽകുന്ന നിയമത്തിലാണ് ഡെമോക്രാറ്റിക് ഗവർണർ മൗറ ഹീലി ഒപ്പുവെച്ചത്. ഓഗസ്റ്റ് 10 ഒപ്പുവെച്ച നിയമം 90 ദിവസത്തിനകം പ്രാബല്യത്തിൽ വരും. പുതിയ നിയമത്തിനെതിരെ അമേരിക്കൻ കത്തോലിക്ക ബിഷപ്പുമാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. നിയമം ഓരോ മനുഷ്യജീവന്റെയും വിശുദ്ധിക്കും അന്തസ്സിനുമെതിരായ ഗുരുതരമായ നടപടിയാണെന്ന് ബോസ്റ്റൺ അതിരൂപത ആർച്ച് ബിഷപ്പ് റിച്ചാർഡ് ഹെനിങ് പറഞ്ഞു. ജീവന്റെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ സൗന്ദര്യവും അത്ഭുതവും തുടർന്നും പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിനോണ റോച്ചസ്റ്റർ രൂപത ബിഷപ്പ് റോബർട്ട് ബാരനും നിയമത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ നിയമത്തിന്റെ സംരക്ഷണത്തിൽ എങ്ങനെ നശിപ്പിക്കാനാകുമെന്ന് അദ്ദേഹം ചോദിച്ചു. നിയമത്തിന്റെ വ്യവസ്ഥയെ ക്രൂരമായതെന്നും ബിഷപ്പ് വിശേഷിപ്പിച്ചു. അമേരിക്കൻ കോളേജ് ഓഫ് പീഡിയാട്രിഷ്യൻസും പ്രോലൈഫ് കൗൺസിലും നിയമത്തെ അപലപിച്ചു. ജീവിക്കാൻ ശേഷിയുള്ള ഗർഭസ്ഥ ശിശുക്കൾക്ക് നിയമപരമായ സംരക്ഷണം പുനഃസ്ഥാപിക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു. അതേസമയം SBA പ്രോലൈഫ് അമേരിക്ക പ്രസിഡന്റ് മാർജറി ഡാനൽ ഫെൽസർ ഗർഭചിത്ര വിഷയം സംസ്ഥാനങ്ങൾക്ക് മാത്രം വിട്ടുകൊടുക്കുന്ന നിലപാട് റിപ്പബ്ലിക്കൻ പാർട്ടി ഉപേക്ഷിക്കണമെന്നും ഗർഭസ്ഥ ശിശുക്കൾക്ക് ദേശീയ തലത്തിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. മസാച്യൂസെറ്റ്സിലെ പുതിയ നിയമത്തോടെ അമേരിക്കയിൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾ വീണ്ടും ശക്തമാകുകയാണ്. ന്യൂയോർക്കിലെ കത്തോലിക്ക ദേവാലയത്തിന് നേരെ വീണ്ടും ആക്രമണം. സെന്റ് റീത്ത ചർച്ചിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപം ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു തകർത്തു. ദേവാലയത്തിന് നേരെ 2 വർഷത്തിനിടെ നടക്കുന്ന 4ാമത്തെ അതിക്രമമാണിത്. ന്യൂയോർക്കിലെ സെന്റ് റീത്ത റോമൻ കത്തോലിക്ക പള്ളിക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു തകർത്തു. ഇതൊരു സംശയാസ്പദ വിദ്വേഷ കുറ്റകൃത്യമായി കണക്കാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പള്ളിക്ക് പുറത്ത് മുഖംമൂടി ധരിച്ച ഒരാൾ ചുറ്റിക കൊണ്ട് മാതാവിന്റെ രൂപത്തിൽ ആവർത്തിച്ച് അടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ബ്രൂക്ലിൻ രൂപത പുറത്തുവിട്ടു. തങ്ങളുടെ ഇടവകയെ ലക്ഷ്യമിട്ട് നടക്കുന്ന തുടർച്ചയായ ആക്രമണ പരമ്പരയിലെ ഒടുവിലത്തെ സംഭവമാണിതെന്ന് കത്തോലിക്ക അധികാരികൾ വ്യക്തമാക്കി. 2024
2014 മുതൽ ഈ പള്ളിക്ക് നേരെ നടക്കുന്ന 4ാമത്തെ നശീകരണ പ്രവർത്തനമാണിത്. 60 വർഷം പഴക്കമുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് ജാലകം തകർക്കുക, സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ രൂപത്തിലും പരിസരത്തും പെയിന്റ് ഉപയോഗിച്ച് ചുവരെഴുത്തുകൾ നടത്തുക, പള്ളിക്കുള്ളിലെ സെന്റ് ജൂഡിന്റെ രൂപത്തിൽ കേടുപാടുകൾ വരുത്തുക തുടങ്ങിയവയാണ് മുൻകാലങ്ങളിലുണ്ടായ മറ്റ് സംഭവങ്ങൾ. സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിവരികയാണെന്നും ബ്രൂക്ലിൻ രൂപത ഫോക്ക് ന്യൂസിനോട് പറഞ്ഞു. ഈ വർഷത്തെ ആദ്യ 7 മാസത്തെ കണക്കുകൾ പ്രകാരം വിദ്വേഷ കുറ്റകൃത്യങ്ങൾ 9.4% വർദ്ധിച്ചതായി NYPD അറിയിച്ചതായി ബ്രൂക്ലിൻ രൂപത ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ജോൺ ക്വാഗ്ലിയോൺ വ്യക്തമാക്കി. ന്യൂയോർക്ക് നഗരത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് വിവിധ പള്ളികൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പുതിയ സംഭവം പുറത്തുവന്നിരിക്കുന്നത്. 2025 ഒക്ടോബറിൽ ക്വീൻസിലെ 3 പള്ളിക്ക് നേരെ സമാനമായ രീതിയിൽ ആക്രമണം നടന്നിരുന്നു. LGBTQ പ്രൈഡ് പതാക ധരിച്ചെത്തിയ മാസ്ക് ധരിച്ച വ്യക്തി പള്ളികളിൽ കൾട്ട്, ആന്റിഗെ കാർഡ് തുടങ്ങിയ സന്ദേശങ്ങൾ സ്പ്രേ ചെയ്യുകയും മതപരമായ രൂപങ്ങൾ വികൃതമാക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം പോലീസ് വിദ്വേഷ കുറ്റകൃത്യമായിട്ടാണ് അന്വേഷിച്ചത്. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേരാൻ ക്രൈസ്തവരോട് ആഹ്വാനം ചെയ്തു ലിയോ 14 പാപ്പ. ആരാധന വർഷത്തിന്റെ അടിസ്ഥാനവും കാതലായ ഭാഗവും ഞായറാഴ്ച ആചാരണമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒത്തുകൂടിയ തീർത്ഥാടകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. ആരാധനാക്രമവർഷം കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ലെന്നും ചരിത്രത്തിൽ ക്രിസ്തു നിർവഹിച്ചുകൊണ്ടിരുന്ന രക്ഷാകര കർമ്മത്തിന്റെ നിരന്തരമായ അനുസ്മരണമാണെന്നും ലിയോ 14 പാപ്പ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പൊതുസദസ്സിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും വഴിയുള്ള രക്ഷാകര കർമ്മവുമായി സഭയെ നിരന്തരം ബന്ധിപ്പിക്കുന്നതാണ് ആരാധനാക്രമ വർഷമെന്ന് പാപ്പ പറഞ്ഞു. ആരാധനാക്രമ വർഷത്തിലെ വിവിധ കാലങ്ങളിലൂടെയും തിരുനാളുകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ വിശ്വാസികൾ ക്രിസ്തുവിന്റെ കൃപയിൽ കൂടുതൽ ആഴത്തിൽ പങ്കുചേരുന്നു. ആരാധനാക്രമ വർഷത്തിന്റെ അടിത്തറയും ഹൃദയവും ഞായറാഴ്ച ആചരണമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ഓർമ്മ പുതുക്കുന്ന ഓരോ ഞായറാഴ്ചയും ഒരർത്ഥത്തിൽ പ്രതിവാര ഈസ്റ്റർ ദിനമാണെന്ന് പാപ്പ വ്യക്തമാക്കി. ഞായറാഴ്ചയെ വിശുദ്ധീകരിക്കുന്നതിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നിർണായക സ്ഥാനമാണുള്ളത്. തിരുവചന ശ്രവണത്തിലൂടെയും ദിവ്യബലിയിലെ സജീവ പങ്കാളിത്തത്തിലൂടെയും ക്രൈസ്തവ സമൂഹം ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയും സഭയോടുള്ള വിശ്വസ്തതയും ദൃശ്യമാക്കുന്നു. വെർച്വൽ സാന്നിധ്യം മാത്രം കൊണ്ട് പരിശുദ്ധ കുർബാനയിലെ സജീവ പങ്കാളിത്തത്തിന് പകരമാകില്ലെന്നും പാപ്പ വ്യക്തമാക്കി. ഞായറാഴ്ച ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ ഒരുക്കാൻ സമൂഹത്തോട് പാപ്പ ആഹ്വാനം ചെയ്തു. കൊളംബിയയെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിനായി ദിവ്യബലിയിൽ പങ്കെടുത്ത് കൊളംബിയൻ പ്രസിഡന്റും രാജ്യത്തിന്റെ പ്രഥമ വനിതയും. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ നേരിടേണ്ടി വന്ന കഠിനമായ സാഹചര്യങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് എസ്പ്രിയേല. ഓഗസ്റ്റ് 10 പടിഞ്ഞാറൻ കൊളംബിയയെ പിടിച്ചുകുലുക്കിയ 7.4 തീവ്രത രേഖപ്പെടുത്തിയ വിനാശകരമായ ഭൂകമ്പത്തിൽ മരണം 265 കടന്നു. 3500ഓളം പേർക്ക് പരിക്കേൽക്കുകയും 100 കണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൊളംബിയയിൽ സാമ്പത്തിക സാമൂഹിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അധികാരമേറ്റെടുത്ത് ദിവസങ്ങൾക്കകം നേരിട്ട ഈ വൻ ദുരന്തമുഖത്ത് കൊളംബിയൻ പ്രസിഡന്റ് അബലാഡോ ഡീല എസ്പ്രിയേലയും പ്രഥമ വനിത അന ലൂസിയ പിനേഡയും ദൈവാനുഗ്രഹവും മാർഗനിർദ്ദേശവും തേടി ദിവ്യബലിയിൽ പങ്കെടുത്തു. ചോക്കോ പ്രവിശ്യയിലെ സാൻ ഹോസെ ഡെൽ പാൽമർ കേന്ദ്രീകരിച്ചുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് പടിഞ്ഞാറൻ കൊളംബിയയിലുടനീളം സംഭവിച്ചിരിക്കുന്നത്. പെരേര, കാലി, മണിസാലസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. 100 കണക്കിന് ആളുകൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സൈന്യത്തെയും രക്ഷാസേനയെയും വിന്യസിച്ച് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 7 സ്ഥാനമേറ്റ പുതിയ കൊളംബിയൻ പ്രസിഡന്റ് അബലാഡോ ഡീല എസ്പ്രിയേലയ്ക്ക് ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ നേരിടേണ്ടി വന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ്. രാജ്യം തകർന്നു നിൽക്കുന്ന ഈ വേളയിൽ ജനങ്ങൾക്ക് പ്രത്യാശയും ആശ്വാസവും പകരണമെന്ന സന്ദേശത്തോടെയാണ് പ്രസിഡന്റും ഭാര്യ അന ലൂസിയ പിനേഡയും ദിവ്യബലിയിൽ പങ്കെടുത്തത്. ദൈവത്തിന്റെ ജ്ഞാനവും ധൈര്യവും തേടി ഇരുവരും രാജ്യത്തിനായി പ്രാർത്ഥനകളിൽ മുഴുകി. ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രസിഡന്റ് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ അടിയന്തര ഫണ്ട് സമാഹരണവും ഉത്തരവുകളും ഇറക്കുന്നതിനായി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യാന്തര സഹായവും കൊളംബിയ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ തകർന്നടിയാതെ കൊളംബിയൻ ജനത ഒന്നിച്ചുനിന്ന് അതിജീവനം സാധ്യമാക്കുമെന്ന സന്ദേശമാണ് പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കൊളംബിയൻ പ്രസിഡന്റ് ലോകത്തിന് നൽകുന്നത്.
ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് 60 വർഷത്തോളം ജീവിച്ച ലോലയുടെ ജീവിതം ഡോക്യുമെന്ററിയാകുന്നു. ലോല ഡി ജീസസ് മിസ്റ്റീരിയോ ഇ ദെവക്കോവ എന്ന ഡോക്യുമെന്ററിയാണ് ലോലയുടെ അതിശയകരമായ ആത്മീയ ജീവിതം വെള്ളിത്തിരയിലെത്തിക്കുന്നത്. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ഏകദേശം 60 വർഷത്തോളം ജീവിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ബ്രസീലിയൻ ദേവദാസി ലോലയുടെ ജീവിതം ഡോക്യുമെന്ററിയാകുന്നു. പ്രശസ്ത മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ റോഡ്രിഗോ ആൽവരാസ്, ജോർനാഡ ഇൻഫിനിറ്റ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ലോല ഡി ജീസസ് മിസ്റ്റീരിയോ ഇ ദേവക്കാവോ എന്ന ഡോക്യുമെന്ററിയാണ് ലോലയുടെ അതിശയകരമായ ആത്മീയ ജീവിതം വെള്ളിത്തിരയിലേക്ക് എത്തിക്കുന്നത്. സാവോ പോളോയിൽ നടന്ന എക്സ്പോ കത്തോലിക്ക 2026 ഭാഗമായാണ് ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം നടന്നത്. ദേവദാസി ഫ്ലോറിപ്പസ് ഡോർനെലാസ് ഡി ജീസസ് അഥവാ ലോലയുടെ ജീവിതം വൈദ്യശാസ്ത്ര ലോകത്തിനും ഗവേഷകർക്കും എന്നും വലിയൊരു അത്ഭുതമായിരുന്നു. 1912 ബ്രസീലിലെ മേഴ്സസിൽ ജനിച്ച ലോലയ്ക്ക് 16-ാം വയസ്സിൽ മരത്തിൽ നിന്ന് വീണ് നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും തളർവാദം പിടിപെടുകയുമായിരുന്നു. ജീവിതകാലം മുഴുവൻ കിടക്കയിൽ കഴിയേണ്ടി വന്നെങ്കിലും തന്റെ ജീവിതം ഈശോയുടെയും മറിയത്തിന്റെയും തിരുഹൃദയ ഭക്തിക്കായി സമർപ്പിക്കാൻ അവർ തീരുമാനിച്ചു. 1943 ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം ലോല പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ചു. പിന്നീട് ദിവസേന സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം. വിശപ്പും ദാഹവും ഉറക്കവുമില്ലാതെ ജീവിക്കുന്ന ഇനേഡിയ എന്ന അത്ഭുത പ്രതിഭാസത്തിന് ഉടമയായിരുന്നു ലോല. അക്കാലത്തെ മാരിയാന ബിഷപ്പായിരുന്ന മോൺസിഞ്ഞോർ ഓസ്കാർ ഡി ഒലിവേരയുടെ പ്രത്യേക അനുമതിയോടെ കിടപ്പുമുറിയിൽ പരിശുദ്ധ കുർബാന സൂക്ഷിക്കുകയും 24 മണിക്കൂറും ദിവ്യകാരുണ്യത്തിന് മുൻപിൽ പ്രാർത്ഥനയുടെ സമയം ചിലവഴിക്കുകയും ചെയ്തു. 1999 അന്തരിച്ച ലോലയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായുള്ള നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. രൂപതാതല പഠനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഫയലുകൾ വത്തിക്കാനിലേക്ക് അയക്കും. ലോല ജീവിച്ച റിയോ പോംബെയിലെ റെക്കാൻഡോ സിറ്റിയോ ഡാ ലോള ഇന്ന് പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിലും 3-ാം ഞായറാഴ്ചകളിലും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അത്ഭുത പ്രതിഭാസങ്ങൾക്കുമപ്പുറം ഈശോയുടെ തിരുഹൃദയ സ്നേഹം ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ ജീവിതാവസാനം വരെ പ്രാർത്ഥിച്ച ദേവദാസി ലോലയുടെ ജീവിതം ആഗോള ക്രൈസ്തവ സമൂഹത്തിന് ഇന്നും വലിയൊരു പ്രചോദനമാണ്. പോപ്പ് സംഗീതത്തിന്റെ താരപദവിയിൽ നിന്നും ക്രിസ്തുവിലേക്ക് ലോകശ്രദ്ധ നേടി മൈക്ക് പോസ്നറിന്റെ ക്രൈസ്തവ വിശ്വാസ സാക്ഷ്യം. ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചു. പോപ്പ് സംഗീത ലോകത്ത് ശ്രദ്ധേയനായ ഗായകൻ മൈക്ക് പോസ്നർ തന്റെ വിശ്വാസയാത്രയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ഇപ്രകാരമാണ്. നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെ ആഗോള പ്രസക്തി നേടിയ പോസ്നർ കഴിഞ്ഞ ഒരു വർഷമായി യേശുക്രിസ്തുവുമായുള്ള ആഴമേറിയ ബന്ധം തേടുകയായിരുന്നു. ഇപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി മാമോദിസ സ്വീകരിച്ചതായി അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്റെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് നയിച്ച 3 പ്രധാന അനുഭവങ്ങളെക്കുറിച്ചും പോസ്നർ പറയുന്നു. ഒരു സുഹൃത്ത് തന്നോട് പങ്കുവച്ച പ്രവചന തുല്യമായ വാക്കുകൾ, ഒരു ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കിടെ യേശുവിൻ്റെ സാന്നിധ്യം വ്യക്തിപരമായി അനുഭവപ്പെട്ട നിമിഷം, മറ്റൊരു സുഹൃത്ത് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പങ്കുവച്ച ആത്മീയ വാക്കുകൾ, ഇവയെല്ലാം ക്രിസ്തു തന്നെ തന്നിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ അടയാളങ്ങളായി പോസ്നർ തിരിച്ചറിഞ്ഞു. ഏകദേശം ഒരു വർഷം മുമ്പ് മുട്ടുകുത്തി തൻ്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചെന്ന് പോസ്നർ പറയുന്നു. വിശ്വാസത്തിൻ്റെ തുടക്കത്തിൽ താൻ എന്താണ് വിശ്വസിക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലായിരുന്നില്ലെങ്കിലും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. പിന്നീട് ക്രിസ്തീയ വിശ്വാസം ഒരു മതസിദ്ധാന്തം മാത്രമല്ലെന്നും ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനുള്ള വിളിയാണെന്നും പോസ്നർ തിരിച്ചറിഞ്ഞു. ക്ഷമ, കരുണ, കൃപ, സ്നേഹം, പ്രത്യേകിച്ച് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരോടുള്ള സ്നേഹം, ഇവയാണ് ക്രിസ്തുവിനെ പിന്തുടരുന്ന ജീവിതത്തിൻ്റെ അടയാളങ്ങളെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് മൈക്ക് പോസ്നറിന് വിശ്വാസം ഒരു ആശയം മാത്രമല്ല, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധവും ജീവിത രീതിയുമാണ്. സംഗീതത്തിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും തൻ്റെ വിശ്വാസ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് ഇന്ന് അദ്ദേഹം. അമേരിക്കയിൽ 16 വർഷത്തിനു ശേഷം ആദ്യമായി ഒരേ ദിവസം 3 പേരുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ടെന്നസി, അലബാമ, ഒക്ലഹോമ എന്നീ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചു. രാജ്യത്ത് വധശിക്ഷ നടപ്പാക്കുന്നത് വീണ്ടും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 2010 ജനുവരിക്ക് ശേഷം ആദ്യമായാണ് 3 വധശിക്ഷകൾ ഒരേ ദിവസം നേരിട്ട് നടപ്പിലാക്കാൻ ഉത്തരവാകുന്നത്. അമേരിക്കയിൽ 16 വർഷത്തിനു ശേഷം ആദ്യമായി ഒരേ ദിവസം 3 പേരുടെ വധശിക്ഷ നടപ്പിലാക്കുവാൻ ടെന്നസി, അലബാമ, ഒക്ലഹോമ എന്നീ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചു. രാജ്യത്ത് വധശിക്ഷ നടപ്പാക്കുന്നത് വീണ്ടും വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 2010 ജനുവരിക്ക് ശേഷം ആദ്യമായാണ് 3 വധശിക്ഷകൾ ഒരേ ദിവസം നേരിട്ട് നടപ്പിലാക്കുവാൻ ഉത്തരവാകുന്നത്. ടെന്നസി, ഒക്ലഹോമ, അലബാമ എന്നീ സംസ്ഥാനങ്ങളിലെ 3 പ്രതികൾക്ക് വിഷം നൽകിയാണ് വ്യാഴാഴ്ച വധശിക്ഷ നടപ്പിലാക്കുന്നത്. ഹോട്ടൽ ജീവനക്കാരിയെ വധിച്ച കേസിൽ ടെന്നസിയിലെ ആന്റണി ഡാരൽ ഹൈൻസ്, പെൺസുഹൃത്തിനെ വെടിവെച്ചു കൊന്ന കേസിലെ ഒക്ലഹോമ
അലബാമയിലെ കാർലോൺസ് കൊസ്റ്റ റോഡ്രിഗസ് 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അപ്പീലുകൾ പിൻവലിച്ച അലബാമയിലെ ജെറമി വില്യംസ് എന്നിവരാണ് വധശിക്ഷ കാത്തു കഴിയുന്നത്. വധശിക്ഷാ വിധികൾക്കെതിരെ ആഗോളതലത്തിൽ വൻ എതിർപ്പുകൾ നിലനിൽക്കെ തന്നെയാണ് അമേരിക്കയിലെ ഒരു കൂട്ടം സംസ്ഥാനങ്ങൾ ശിക്ഷാ നടപടികൾ വീണ്ടും ശക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 11 സംസ്ഥാനങ്ങളിലായി 47 പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ 2026 ഫ്ലോറിഡ അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ കർശനമായ നയങ്ങളാണ് സ്വീകരിക്കുന്നത്. മുൻപ് വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ സൂചിവെക്കുവാൻ ഞരമ്പ് കിട്ടാതെ വരികയും പ്രക്രിയ തടസ്സപ്പെടുകയും ചെയ്ത അപാകതകൾ ടെന്നസിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതിനാൽ നിലവിലെ നടപടികൾ മനുഷ്യാവകാശ സംഘടനകൾ ഉറ്റുനോക്കുകയാണ്. വധശിക്ഷ പൂർണ്ണമായി നിർത്തലാക്കിക്കൊണ്ട് അറബ് ലോകത്ത് ഈ ചരിത്രപരമായ തീരുമാനം കൈക്കൊള്ളുന്ന ആദ്യ രാജ്യമായി ലെബനൻ പാർലമെന്റ് മാറി. വധശിക്ഷയ്ക്ക് പകരം കഠിന തടവ് വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നിലവിൽ മരണശിക്ഷ കാത്തുകഴിയുന്ന നിരവധി തടവുകാരുടെ ശിക്ഷയുടെ കാലയളവ് ഇളവ് ചെയ്യപ്പെടും. വധശിക്ഷ പൂർണ്ണമായി നിർത്തലാക്കിക്കൊണ്ട് അറബ് ലോകത്ത് ഈ ചരിത്രപരമായി തീരുമാനം കൈക്കൊള്ളുന്ന ആദ്യ രാജ്യമായി ലെബനോൻ പാർലമെന്റ് മാറി. വധശിക്ഷയ്ക്ക് പകരം കഠിന തടവ് വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നിലവിൽ മരണശിക്ഷ കാത്തുകഴിയുന്ന നിരവധി തടവുകാരുടെ ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്യപ്പെടും. 2004 മുതൽ രാജ്യത്ത് വധശിക്ഷ നടപ്പാക്കുന്നതിന് അനൌദ്യോഗിക വിലക്ക് നിലനിന്നിരുന്നുവെങ്കിലും കോടതികൾ വീണ്ടും വധശിക്ഷ വിധിക്കുന്നത് തുടരുകയായിരുന്നു. പുതിയ നിയമനിർമ്മാണത്തിലൂടെ വധശിക്ഷയും ജീവപര്യന്തം തടവും 17 ജയിൽ വർഷങ്ങളായി ചുരുക്കും. ലെബനൻ ജയിൽ വ്യവസ്ഥ അനുസരിച്ച് 1 വർഷം എന്നത് 9 മാസമായി കണക്കാക്കുന്നതിനാൽ തടവുകാർക്ക് ഏകദേശം 12 വർഷവും 9 മാസവും മാത്രമേ യഥാർത്ഥത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരൂ. ലോകമെമ്പാടും വധശിക്ഷ നിർത്തലാക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ചില രാജ്യങ്ങളിൽ വധശിക്ഷ നടപ്പാക്കുന്നത് കുത്തനെ ഉയർന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇറാന് പുറമെ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലും വധശിക്ഷകൾ വൻതോതിൽ തുടരുമ്പോഴാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിൽ നിർണായക ചുവടുവെപ്പുമായി ലെബനൻ അറബ് ലോകത്തിന് മാതൃകയാകുന്നത്. അമേരിക്കയിലെ മാസച്യൂസെറ്റ്സിൽ അമ്മയെയും 14-കാരനായ അനുജനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 17-കാരനായ ഇന്ത്യൻ വംശജൻ അർജുൻ അരവിന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്നിലെ വീട്ടിൽ വെച്ച് 45-കാരിയായ സുധാ വെങ്കടേശൻ, മകൻ സിദ്ധാർത്ഥ് എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ കാറിൽ രക്ഷപ്പെട്ട അർജുനെ വെയ്റ്റ്ലാൻഡിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അമേരിക്കയിലെ മസാച്യുസെറ്റ്സിൽ അമ്മയെയും 14-കാരനായ അനുജനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 17-കാരനായ ഇന്ത്യൻ വംശജൻ അർജുൻ അരവിന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്ടണിലെ വീട്ടിൽ വെച്ച് 45-കാരിയായ സുധാ വെങ്കടേശൻ, മകൻ സിദ്ധാർത്ഥ് എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ കാറിൽ രക്ഷപ്പെട്ട അർജുനെ വെയ്റ്റ്ലാൻഡിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ട്യൂഷൻ അധ്യാപികയും തുടർന്ന് ഇവരുടെ ഭർത്താവും ഫോൺ വിളിച്ചിട്ടും പ്രതികരണമില്ലാത്തതോടെയാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ ബേസ്മെന്റിൽ അമ്മയുടെയും 1-ാം നിലയിൽ അനുജന്റെയും മൃതദേഹങ്ങൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സമീപ നഗരത്തിലെ പാർക്കിംഗ് ലോട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. സ്വന്തം കുടുംബത്തെ കൊലപ്പെടുത്തതിനെക്കുറിച്ചും അതിനുള്ള വഴികളെക്കുറിച്ചും അർജുൻ ഇന്റർനെറ്റിലും ചാറ്റ് ജിപിടിയിലും വിശദമായി തിരച്ചിൽ നടത്തിയിരുന്നതായി മിഡിൽസെക്സ് ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ് വെളിപ്പെടുത്തി. നിലവിലെ 2 കൊലപാതക കുറ്റങ്ങളും വാഹനം മോഷ്ടിച്ചതുൾപ്പെടെയുള്ള മറ്റു വകുപ്പുകളും ചുമത്തിയാണ് അർജുനെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുന്നത്. ഷിക്കിൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.